ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രിയ എന്നാണ്. ഞാനെൻ്റെ അമ്പാടിയും പ്രദീപേട്ടനും കൂടെ ഞങ്ങൾ തിരുവല്ല വരെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെ അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേര് മാത്രമല്ല, വേറെ 3 പേരും കൂടെ ഉണ്ട്. അവരെ എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചേച്ചിയും ചേച്ചിയുടെ മകൻ പൊന്നുമാണ്, പൊന്നൂസും പിന്നെ അവരുടെ ബിജുമാമനും ഉണ്ട് കേട്ടോ. പിന്നെ തൃക്കുന്നപ്പുഴ പാലം പൊളിച്ചിട്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ജങ്കാർ വഴിയാണ് വരുന്നത്. അപ്പോൾ അതിൽ വണ്ടിയായിട്ട് ഞാൻ നോക്കി നിൽക്കുക. ഞങ്ങളെല്ലാവരും കൂടെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എവിടെയോ ഫംഗ്ഷന് പോകാമെന്നല്ല. ഞങ്ങൾ തിരുവല്ലയിലുള്ള ഒരു ജസ്റ്റ് ക്ലിനിക്കിൽ പോവുകയാണ്. ചേച്ചിയുടെ മോനെ അവിടെ കാണിക്കുകയാണ്. അവനെ കാണിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരുവല്ല വരെ പോകുമല്ലേ, കാറിൽ പോകുമല്ലേ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകും. 1 വർഷത്തോളമായിട്ട് അവനെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടാനത്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ കാണിച്ചിട്ടൊന്നും കുറവില്ല. അങ്ങനെ ഈ ക്ലിനിക്കിനെ പറ്റി അറിയുകയും ഞങ്ങളവിടെ പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ അവനെ കാണിക്കാനായിട്ട് അവിടെ പോവുകയാണ്. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എത്താറായി. ഞങ്ങളത് എത്തി, കാർ പാർക്ക് ചെയ്തു. ചേച്ചിയും പൊന്നും അമ്പാടിയും ബിജുവണ്ണുമായിട്ട് ഞങ്ങൾ പോവുക. അവൻ ഉടുപ്പ് ഊരിയിട്ടിട്ടായിരുന്നു, അവൻ്റെ ഉടുപ്പിടുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ക്ലിനിക്കിലേക്ക് പോവുകയാണ്. പ്രദീപേട്ടൻ വരത്തില്ല, പ്രദീപേട്ടൻ കാറിൽ തന്നെ ഇരിക്കും. അതെവിടെ പോയാലും അങ്ങനെയാണ്, പുള്ളി വരില്ല, പുള്ളി കാറിൽ തന്നെ ഇരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി അതിനകത്ത് കയറി ഇരിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോഴാണ് അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും കയറി ഇരിക്കാം എന്ന് വിചാരിച്ചു അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോഴതേ അമ്പാടി ചെരുപ്പ് ഊരിയപ്പോൾ അമ്പാടിയുടെ കൈ ചാണാൻ പറ്റി. അമ്പാടിയുടെ ചെരുപ്പേ ചാണാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു കുപ്പി വെള്ളം മേടിച്ച് അവൻ്റെ കൈയും ചെരുപ്പും എല്ലാം കഴുകി. അപ്പോൾ ബിജുമാമൻ അവർക്ക് ലേസും ജ്യൂസും ഒക്കെ വാങ്ങിക്കൊടുത്തു. ബിജുവണ്ണൻ അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുക. കാരണം ഇഷ്ടംപോലെ ആൾ, അതിലെങ്കിലും ഇരിക്കാൻ പോലും സ്ഥലമില്ല, ഇത്ര ആളാണ്. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ച് അവിടെ അടുത്തുള്ള ഒരു മങ്കോട്ടച്ചിറയിലൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി ഫുഡ് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ ഇതിന് ഞങ്ങളെല്ലാവരും കയറി വരുന്നത്. ഇവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 3, 4, 5 പേരും വരുന്നത്. അവർ 2 പേരും കപ്പയും ചേമ്പും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ 2 പേരും ഓരോ ഊണ് വാങ്ങിച്ച്. അവന്മാർക്കൊന്നും വാങ്ങിച്ചില്ല, എന്തെടുക്കാൻ, അവന്മാർ കഴിക്കത്തില്ല. പിന്നെ ഇതിനെ തിരിച്ച് വാരിക്കൊടുത്തു. പിന്നെ ചിക്കൻ കറിയും കൊഞ്ച് റോസ്റ്റ് പിന്നെ എല്ലാമായിട്ട്. പിന്നെ ഞങ്ങളുടെ തലക്കറി പറഞ്ഞായിരുന്നു. എൻ്റെ പൊന്നോ, വലിയൊരു ബേസൺ നിറയായിരുന്നു ആ കറി. പിന്നെ വലിയൊരു തലയും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു പരുവം പകുതിയും മുക്കാലോളം തിന്ന് തീർത്ത്. അവന്മാരിതൊന്നും കഴിച്ചില്ല. അവന്മാർ അതിൻ്റെ ചാറ് നക്കി തിന്നി, എരിവൊന്നുമില്ല. ഞങ്ങളിത് കാരി വറുത്തത് ഇതെല്ലാം കഴിച്ച് പൊന്നു ഇത് കുറച്ച് തിന്ന്. അവന് കാരി വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിതെല്ലാം കഴിച്ചിട്ടും തീർന്നില്ല കേട്ടോ. ലാസ്റ്റ് അവിടുന്ന് 2 കിറ്റ് മേടിച്ച് ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടാ പട്ടിയുണ്ട് വീട്ടിൽ, പട്ടിക്ക് കൊടുക്കാനെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആ തലയും എല്ലാത്തിൻ്റെയും മുള്ളും വേസ്റ്റും എല്ലാം കൂടെ കവറിലാക്കി പ്രദീപേട്ടൻ പിടിച്ച് അമ്പാടിയായിട്ട് ഞങ്ങൾ പോവുക. അങ്ങനെ ഞങ്ങൾ പോയി അവരുടെ വീടെത്തിയ ഞങ്ങൾ വരുന്ന വഴിയാണിത്. അവരെ അവിടെ ഇറക്കി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് വെള്ളമില്ലാതെ പാത്രം കൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ പിടുത്തമൊന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി. എൻ്റെ ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ കാണും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.